ഈ ഇന്ന് മന്ത്രി ഗണേഷ് കുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദു മേനോനും തമ്മിലുള്ള സംസാരം കേട്ടപ്പോൾ ഇന്നലെ നടന്ന സംഭവം ഒരിക്കലും ഭർത്താവായ കെ ബി ഗണേഷ് കുമാറും ഭാര്യയായ ബിന്ദു മേനോനും തമ്മിലുള്ള ഒരു ചെറിയ പ്രശ്നം മാത്രമല്ല. അപ്പം നമ്മളിപ്പോൾ കണ്ട ദൃശ്യങ്ങളില്ലേ, അത് സൂചിപ്പിക്കുന്ന, അത് ഉയർത്തുന്ന വളരെ സുപ്രധാനമായ ചില ചോദ്യങ്ങളുണ്ട്. പരമപ്രധാനമായ ഒരു വിഷയം, 112 ഫോൺ വിളിച്ച് പോലീസ് എത്തുന്നു. പോലീസിന്റെ ഫങ്ഷൻസ് എന്താണ്? നമ്മൾ ഏറെ കെട്ടിഘോഷിച്ച 2011 കേരള പോലീസ് ആക്ട്, അതിൽ പറയുന്നത് എന്താണ്? ടു എൻഫോഴ്സ് ദി ലോ ഇംപാർഷ്യലി എന്നാണ്. നിയമം നിഷ്പക്ഷമായി നടപ്പിലാക്കാൻ, പ്രത്യേകിച്ച് സ്ത്രീകൾ, കുട്ടികൾ, സീനിയർ മുതിർന്ന പൗരന്മാർ, വികലാംഗർ, അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും പോലീസ് സ്പെഷ്യൽ കെയറോടുകൂടി, ഒരു സിമ്പതിയോടുകൂടി വിഷയം കൈകാര്യം ചെയ്യണമെന്നാണ്. ഇന്നലെ എന്താണ് പോലീസ് പറഞ്ഞത്? ഞങ്ങൾക്കതിൽ കയറാൻ, ഇടപെടാൻ പാടില്ല. ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്ന്, അല്ലെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ ഭാഗത്തു നിന്ന് അതീവ ഗുരുതരമായ കുറ്റകൃത്യം, ആ ബിന്ദു മേനോനെ കയ്യേറ്റം ചെയ്തു, അവരുടെ മൊബൈൽ പിടിച്ചു പറിക്കാൻ നോക്കി, അവരെ തടഞ്ഞു വെച്ചു, ഇതെല്ലാം ആ വീട്ടിൽ നടന്നതാണ്. ബിന്ദു മേനോന് ഇന്ന് ഗ്രീവൻസ് ഉണ്ടോ ഇല്ലയോ എന്നതല്ല വിഷയം. ഈ ക്രൈം ഉന്നയിക്കുന്ന ചോദ്യം, ദിസ് ഈസ് എ ക്രൈം അഗെയിൻസ്റ്റ് സൊസൈറ്റി. ഇതൊരു മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതാണ്, നോട്ട് എ മിയർ ഗണേഷ് കുമാർ. മന്ത്രിയുടെ ഭാഗത്തു നിന്ന് കാണാൻ പാടില്ലാത്ത ഒരു സീനാണ് ആ സ്ത്രീ കാണേണ്ട ദുരന്തം ഉണ്ടായത്. ആദ്യം നമുക്ക് മന്ത്രിയുടെ മൊറാലിറ്റിയെ കുറിച്ച് നോക്കാം. കേരളം ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതാണ്. നമുക്ക് ഓർമ്മയില്ലേ, കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്, മുൻ ആഭ്യന്തരമന്ത്രി, പട്ടംതാണു പിള്ളയുടെയും ശങ്കറിന്റെയും മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രി പി.ടി. ചാക്കോ എന്തിനെ രാജിവെച്ചത്? പി.ടി. ചാക്കോ കാറിൽ പീച്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി. പി.ടി. ചാക്കോടൊപ്പം ഒരു പാർട്ടി പ്രവർത്തക കാറിൽ സഞ്ചരിച്ചതിന്റെ പേരിലാണ് അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് കാമരാജ് പറഞ്ഞത് അത് സത്യസന്ധമാണ്, ആ മൊറാലിറ്റി ഉയർത്തിപ്പിടിക്കണം. പി.ടി. ചാക്കോ രാജിവെക്കേണ്ടി വന്നു. കേരളത്തിലെ ഒരു മന്ത്രി, അദ്ദേഹത്തിന്റെ ഭാര്യക്ക് കാണേണ്ടി വന്ന ദുരന്ത ചിത്രം, ആ മന്ത്രിയാണ് നാളെ കേരളത്തിൽ മൊറാലിറ്റിയെ കുറിച്ചിട്ടും സ്ത്രീ സുരക്ഷയെ കുറിച്ചിട്ടുമെല്ലാം പ്രസംഗിക്കുമ്പോൾ ആ മന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് പിണറായി വിജയന് ഈ മന്ത്രിസഭയിലെ മന്ത്രിമാരും പൊതുപ്രവർത്തകന്മാരും ഇടതുപക്ഷ മുന്നണിയിലെ നേതാക്കന്മാരെല്ലാം ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരാണ് എന്ന ഒരു മെസ്സേജ് പറയാൻ സാധിക്കുമോ? പി.ടി. ചാക്കോവിന് ശേഷമുണ്ടായ സംഭവങ്ങൾ പലതും നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും. ഒരു മന്ത്രിയുടെ മൊറാലിറ്റി എന്താണ്? ഇദ്ദേഹം ഇത് ഒന്നാമത്തെ തവണയാണോ? കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഗവൺമെന്റിൽ നിന്ന് ഗണേഷ് കുമാർ രാജിവെക്കാൻ വേണ്ടി അന്ന് നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നുമായി എല്ലാ ചാനലും ചർച്ച ചെയ്തതാണ്. അന്നത്തെ പ്രതിപക്ഷത്തുണ്ടായിരുന്ന ശ്രീ പിണറായി വിജയൻ, അന്നത്തെ പ്രതിപക്ഷ നേതാക്കന്മാരും ഗണേഷ് കുമാറിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കാരണം എന്തായിരുന്നു? അതാരും ആ സീൻ കണ്ടിട്ടില്ല. ഇത് സ്വന്തം ഭാര്യയ്ക്ക് കാണേണ്ടി വന്ന ദുരന്തമാണ്. ആ സ്വന്തം ഭാര്യയ്ക്ക് കാണേണ്ടി വന്ന ദുരന്തം എന്ന് പറയുന്നത് ഒരു മന്ത്രി എന്നല്ല, ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അതീവ ഗുരുതരമായ ഒരു ഇമ്മൊറാലിറ്റി അല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതവിടെ ഇരിക്കട്ടെ. ഇനി രണ്ടാമത്തെ PG ചോദിച്ചതുപോലെ ഇതിലൊരു കുറ്റകൃത്യമില്ലേ? ഈ കുറ്റകൃത്യത്തിന് പോലീസ് എന്തേ അതിൽ നടപടി എടുക്കാതിരുന്നത്? അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ ഒരു വീഴ്ചയല്ലേ? അത് തന്നെ ഒരു ക്രൈമാണ്. ആ ഒരു SP ഇന്നലെ പറയുന്നത് കേട്ടു, രേഖാമുള്ള പരാതി ലഭിച്ചിട്ടില്ല, അതാണ് കേസെടുക്കാതിരുന്നത്. ആ പോലീസിന് കേരളത്തിലെ ഈ ഇടതുപക്ഷ ഭരണകാലത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വിചിത്രമായ ചിത്രം എന്ന് പറയുന്നത്, വളരെ പ്രാപ്തരായ പോലീസുകാർ അവര് അറിവില്ലായ്മ നടിച്ച് ഈ സർക്കാരിന്റെ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുന്നു. കേരള പോലീസ് ആക്ടും CRPCയും പറയുന്നത് എന്താണ്? രേഖാപരമായ പരാതിയല്ല, വാക്കാലോ ആംഗ്യേനയോ പരാതി സംബന്ധിച്ച് പറഞ്ഞാൽ പോലീസ് ഷാൾ രജിസ്റ്റർ എ കേസ്. ഒരു കൊഗ്നിസബിൾ ഒഫൻസ് സംബന്ധിച്ച് വാക്കാലോ ആംഗ്യേനയോ ആംഗ്യം കാണിച്ചു കഴിഞ്ഞാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. എന്തേ കേരളത്തിൽ ഒരു ട്രാൻസ്പോർട്ട് മന്ത്രിക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇമ്മ്യൂണിറ്റി ഉണ്ടോ? ശ്രീ നരേന്ദ്രമോദി ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അദ്ദേഹം എന്ത് കുറ്റകൃത്യം ചെയ്താലും അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ പാടില്ല എന്നാണ് സെക്ഷൻ 16 ആ പുതിയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു നിയമം പിണറായി വിജയന് കേരളത്തിലുണ്ടോ? ഒരു മന്ത്രിയുടെ സ്റ്റാഫും ഭാര്യ എന്നത് വിടൂ, ഒരു സ്ത്രീയാണ്.
ആ സ്ത്രീയെ കയ്യേറ്റം ചെയ്യുകയും മൊബൈൽ പിടിച്ചു പറിക്കുകയും ആ സ്ത്രീയെ ഭയാനകമായ അന്തരീക്ഷത്തിലാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത് ആത്മരക്ഷാർത്ഥം പോലീസിന്റെ സഹായം തേടിയപ്പോൾ പോലീസ് അവിടെ വന്ന് ഞങ്ങൾക്ക് ഇത് ഇടപെടാൻ പറ്റില്ല, ഇതിൽ കുറ്റകൃത്യം ആരോപിക്കപ്പെട്ടിരിക്കുന്നത് ഉന്നതനായ മന്ത്രിയാണ്, മന്ത്രി ക്യാൻ ഡു എനി ക്രൈം എന്നാണോ? ഒരു പരാതി, ഒരു കൊലക്കേസിലെ ഒരു പരാതി കൊടുത്ത ഒരാൾ നാളെ കാലുമാറിയാൽ ആ കൊലക്കേസിലെ പ്രതിക്ക് ക്ലീൻ ചീറ്റ് നൽകാൻ പറ്റുമോ? എന്താണ് നമ്മൾ ആ സംഭവം അവിടെ നടന്നിട്ടുണ്ടോ? ആ നടന്ന സംഭവം കളവായി പറഞ്ഞതാണോ? അല്ല. നടക്കാത്ത സംഭവമാണോ? അല്ല. എന്താണ് നമുക്ക് നിയമത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുവാൻ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇതൊരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള വിഷയം മാത്രമല്ല. കേരളത്തിലെ അധികാരത്തിന്റെ ഉന്നത സ്ഥാനീയത്തിരിക്കുന്ന ഒരു മന്ത്രിയുടെ ഭവനത്തിൽ ആ മന്ത്രിയുടെ ഭാര്യക്കുണ്ടായ ദുരനുഭവമാണ്. അത് പോലീസ് സാന്നിധ്യത്തിൽ വെച്ചുണ്ടായ ദുരനുഭവമാണ്. അത് ഭാര്യയും ഭർത്താവും തമ്മിൽ മധ്യസ്ഥം പറഞ്ഞ് തീർന്ന് കുഴിച്ചു മൂടേണ്ട ഒരു സംഭവമല്ല. അത് കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് കുറ്റകൃത്യത്തിന് ഒരു പച്ചക്കൊടിയാണ്. ഇന്നലെ മന്ത്രിയുടെ പത്രസമ്മേളനം നമ്മൾ കണ്ടു, മീഡിയക്കാരുമായി സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ തൊലിക്കട്ടി ബുള്ളറ്റ് പ്രൂഫാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് അപ്പോഴാണ്. അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലെ ഉന്നതന്മാരായ ആളുകളെയും സാഹിത്യകാരന്മാരെയും എഴുത്തുകാരെയും എല്ലാം കോട്ട് ചെയ്ത് പറഞ്ഞു ഇതൊരു ലീഗലൈസ്ഡ് ഇമ്മൊറാലിറ്റിയാണ് എന്ന ദുരർത്ഥത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഇവിടെയാണ് നമ്മൾ പൊതുസമൂഹത്തിന് മുമ്പിൽ, കേരളത്തിലെ പൊതുജനങ്ങളുടെ മുമ്പിൽ കാർക്കിച്ച് തുപ്പുകയാണ് ആ മന്ത്രി ചെയ്തത്. ഇത്ര ക്രൂരമായ ഒരു സംഭവം നടത്തിയിട്ട്, ഇത്ര ഭീകരമായ ഒരു സംഭവം നടത്തിയിട്ട്, ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും ഹീനമായ ഒരു ഇമ്മൊറാലിറ്റി ഉണ്ടായിട്ട് ആരാണ് സ്ത്രീ? ആ സ്ത്രീക്കുള്ള റോൾ എന്താണ്? ആ സ്ത്രീയെ വെച്ചുപുറപ്പിച്ച ഈ മന്ത്രി അതിനെ ന്യായീകരിക്കാനല്ലേ പിന്നീട് മാധ്യമക്കാരെ സംസാരിച്ചപ്പോൾ ചെയ്തത്? അപ്പൊ കേരളത്തിലെ പോലീസിനെ, കേരളത്തിന്റെ നിയമവ്യവസ്ഥയെ, നീതിന്യായ വ്യവസ്ഥയെ, പോലീസ് മെഷീനറിയെ നോക്കുകുത്തിയാക്കി അധികാരത്തിന്റെ ഹുങ്കിൽ സ്വന്തം ഭാര്യയെ ഭീഷണിപ്പെടുത്തുകയും സ്വന്തം ഭാര്യയെ തടവിലാക്കുകയും സ്വന്തം ഭാര്യയെ കയ്യേറ്റം ചെയ്യുകയും ചെയ്യാൻ തന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു പ്രേരണ ശക്തിയല്ലേ നൽകിയത്?